ആലോചിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംസ്കൃതത്തിൽ ലക്ഷ്മണ എന്നറിയപ്പെടുന്ന തിരുതാളിനെ കുറിച്ചിട്ടാണ്. തിരുതാളിയിൽ നിന്നെടുക്കുന്ന ജ്യൂസ് പലവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് മലമൂത്ര വിസർജനത്തിനെ ത്വരിതപ്പെടുത്തുവാനും അതുപോലെ ഗർഭാശയത്തിനെയും ഗർഭാശയ ഭിത്തികളെയെല്ലാം തന്നെ ദൃഢപ്പെടുത്തുവാനും പിന്നെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെല്ലാം പുറന്തള്ളുവാനും അതുപോലെ ആർസനിക് പോയ്സണിങ്ങിനുള്ള ഒരു മറുമരുന്നൊക്കെ ആയിട്ടും ഈ ഒരു സസ്യത്തിന് ഉപയോഗിച്ച് വരുന്നുണ്ട്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് ഈ ഒരു സസ്യത്തിനെ നമുക്ക് കീടങ്ങളെ അകറ്റാനുള്ള പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് ഒരു കാർഡിയാക് ഡിപ്രസൻ്റായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അതുപോലെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും പേശികൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗാവസ്ഥയായിട്ടുള്ള മസിൽ സ്പാസം അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം ഇവയ്ക്കെല്ലാം തന്നെ ഒരു മരുന്നായിട്ടും ഈ സസ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന പലതരം രോഗാവസ്ഥയുടെ ചികിത്സയ്ക്കായിട്ടും ഈ സസ്യത്തിന് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ, അതുപോലെ തന്നെ മൂത്രത്തിന് അധിക നേരം റീറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ, പിന്നെ മലബന്ധം, പിന്നെ മറ്റ് പലതരത്തിലുള്ള ഗൈനക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു തിരുതാളി എന്നുള്ള ഔഷധം വളരെ നല്ലതാണ്. തിരുതാളിയുടെ അപരന്മാർ ഒരുപാടുണ്ട്. ഇതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ പൂക്കൾ കൊണ്ട് തന്നെയാണ്. ഇളം മഞ്ഞ കളറിലുള്ള പൂക്കളോട് കൂടിയോ അല്ലെങ്കിൽ ഇളം പിങ്ക് കളർ പർപ്പിൾ കളറോടുള്ള പൂക്കളോട് കൂടിയിട്ടാണ് ഈ സസ്യം കാണപ്പെടുന്നത്. ഇത് മിക്കവാറും ഈ നദീതീരങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തിരുതാളിയുടെ ഇല അരച്ചുണ്ടാക്കുന്ന ജ്യൂസ് കൊണ്ടുണ്ടാക്കുന്ന ഷാമ്പു തലമുടി വളരുവാനും അതുപോലെ ഡാൻഡ്രഫ് പോവാനും ഹെയർ ഫോൾസ് പോവാനും എല്ലാം തന്നെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കർക്കിടക മാസത്തിലുണ്ടാകുന്ന കർക്കിടക കന്നിയിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഈ തിരുതാളി. അപ്പോൾ തിരുതാളിയെക്കുറിച്ചിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.